ചാക്കോച്ചൻ ചേട്ടാ, അമ്പലപ്പുഴയിൽ ഇത്തവണ ആര് ജയിക്കും? LDF ജയിക്കും. LDF ഇത്തവണ ജയിക്കുന്നില്ല ചേട്ടാ. നീ ഇറങ്ങ്, അതിനുള്ള മറുപടി അവര് തരും. എന്നാ മറുപടി ഞാൻ കേട്ടിട്ട് വരട്ടെ. ചേട്ടാ, അമ്പലപ്പുഴയിൽ LDFന്റെ കാര്യം കഷ്ടാ. ഒരു കഷ്ടവുമില്ല. ജി സുധാകരൻ നിങ്ങളെ പാർട്ടി വിട്ട് പോയില്ലേ? സ്വയം ഇറങ്ങി പോയതല്ലേ, ആരും ഇറക്കി വിട്ടതല്ലോ. അതുകൊണ്ട് നിങ്ങളെ അമ്പലപ്പുഴ തോക്കുന്നു. പാർട്ടി വിട്ടപ്പോ പാർട്ടിയുടെ സഖാക്കളും സുധാകരനെ ഉപേക്ഷിച്ചു. ജി സുധാകരൻ തോക്കില്ല. 2006 സുധാകരൻ, 2011 സുധാകരൻ, 2014 സുധാകരൻ. അത് ഈ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് ജയിച്ചത്. നിങ്ങളെ പാർട്ടിയിൽ തന്നെ ഉള്ള വോട്ടുകൾ സുധാകരന് പോകും. വോട്ട് കിട്ടണമെങ്കിൽ ആദ്യം പാർട്ടിയിൽ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ പുള്ളിയോടെ ചെല്ലണമല്ലോ. UDF ജി സുധാകരനെ പിന്തുണയ്ക്കല്ലേ, പിന്നെ എന്തിനു സ്ഥാനാർത്ഥി? കാര്യമില്ല, UDFന്റെ അണികൾ വരെ അതിൽ അമർഷത്തിലാണ്. ഈ വയസ്സായപ്പോഴാണ് പുള്ളിക്ക് അത്യാഗ്രഹം കൂടി. നിങ്ങളെ പാർട്ടിയിൽ വേറെ വയസ്സായ ആരും ഇല്ലേ? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ നിങ്ങൾക്ക് മുഴുവൻ തിരിച്ചടി ആയിരുന്നല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ട് നമ്മൾ കണക്കൂട്ടരുത്. ഇത്തവണ സലാം തോക്കും. ഈ UDF അധികാരത്തിൽ വരും. ഞങ്ങൾ ചെയ്യുന്നെങ്കിലേ ഈ നാടിന് ഒരു ഗുണം ഉണ്ടാകത്തുള്ളൂ എന്നുള്ള കാര്യം ഈ ജനം മനസ്സിലാക്കിയിട്ടുണ്ട്. മൂന്നാം സർക്കാർ വരില്ലേ ചേച്ചി? വരും, തീർച്ചയായിട്ടും വരും. LDF സർക്കാർ മൂന്നാമതും വരും. ആര് കേരളം ഭരിക്കുന്നു കാണാം. ഇവിടെ വരണേ. അമ്പലപ്പുഴയിൽ BJPയുടെ വാഹന പ്രചരണ ജാഥ ആയിരിക്കും അല്ലേ? നിങ്ങൾ എന്തിനേട്ടാ വാഹന പ്രചരണ ജാഥയൊക്കെ നടത്തണേ? ഞങ്ങൾക്ക് NDAക്ക് അമ്പലപ്പുഴ സ്ഥാനാർത്ഥിയുണ്ട്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മൂന്നാമതല്ലായിരുന്നു? അതെന്താ മൂന്നാമതല്ലോ ഒന്നാമതിലോട്ട് വരുന്നത്? 2 സീറ്റാണ് ഇപ്പൊ ഭാരതം ഭരിക്കുന്നത്. എന്നിട്ട് കേരളം ഭരിക്കുന്നില്ലല്ലോ. സലാം ജയിക്കും ചേട്ടാ. അയാൾ ഭയങ്കര ഉടാപ്പല്ലേ, ആ ഉടാപ്പിന് ഇനി വോട്ട് ചെയ്യോ ജനം? കഴിഞ്ഞ പ്രാവശ്യം സലാം അല്ലേ ജയിച്ചേ? ഇപ്പൊ തന്നെ സുധാകരൻ സാർ എന്ന് പറഞ്ഞാൽ അവരുടെ തലവും മുത്തപ്പനായിരുന്നു. അയാൾ വരെ മാറിപ്പോയിരിക്കുന്നു. വർഗവഞ്ചകൻ എന്നാ വിളിച്ചിരിക്കുന്നത്. അല്ല, BJPക്ക് എത്ര ഭൂരിപക്ഷം കിട്ടും? ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. നല്ല ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും. നിങ്ങൾ മൂന്നാമതായി പോകും. ഞങ്ങൾക്ക് ഈ പ്രാവശ്യം അമ്പലപ്പുഴയിൽ ഒരു MLA ഉണ്ട്. അല്ല, ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാത്തോണ്ടല്ലേ നിങ്ങൾ ജയിക്കാത്തെ? പിന്നെ കേന്ദ്രത്തിൽ ഇങ്ങനെ അധികാരത്തിൽ കയറി. അപ്പൊ കേരളത്തിൽ എന്താ അധികാരം കിട്ടാത്തെ? ഈ മെയ് 4-ാം തീയതി ഇതേ സ്പോട്ടിൽ നിങ്ങൾ ഇവിടെ എത്തണം. നേമത്തെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, അതങ്ങ് ക്ലോസ് ചെയ്യും. ശരി 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 ശരി. പറഞ്ഞിരിക്കുന്ന 100 സീറ്റാ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു 90 സീറ്റ്. ചേട്ടാ, അമ്പലപ്പുഴയിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഒന്നും ഇല്ലേ ചേട്ടാ? കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥി ഉണ്ടല്ലോ. അല്ല, നിങ്ങളെ കൈപ്പത്തി അടയാളത്തിൽ ആരാ മത്സരിക്കുന്നത്? ഈ പറയുന്ന ജി സുധാകരൻ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ബംബിച്ച ഭൂരിപക്ഷം ചലിച്ച സ്ഥലമാണിത്. അമ്പലപ്പുഴ LDFന്റെ കോട്ടയാണ്. എവിടെയാ LDFന്റെ കോട്ട? അത് പണ്ട് കണ്ട പറഞ്ഞു നടക്കുന്നതല്ലേ. കത്രിക പേറി നടന്നവളെ ഉഷേ. ആരോഗ്യ മേഖല മുഴുവൻ തകർച്ചയാണ്. പിന്നെ എങ്ങനെ ജനങ്ങള് ഈ ഗവൺമെന്റ് നോട്ട് ചെയ്യും? ഈ ആലപ്പുഴയിൽ ഹരിപ്പാടല്ലാതെ വേറെ എവിടെയെങ്കിലും നിയമസഭ നിങ്ങളുണ്ടോ? ഞാൻ തദ്ദേശത്തിൽ പോലും ഞങ്ങൾ മുന്നോട്ട് വന്ന സംസ്ഥാനം ഇതല്ലേ. എന്റെ പൊന്നേട്ടാ, തദ്ദേശ തെരഞ്ഞെടുപ്പ് ജയിച്ചു തോന്നിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ല. അത് അങ്ങനെ ചോദിക്കുമല്ലോ. കാര്യം ഞങ്ങൾ ബംഗാളിലേക്ക് നോക്കൂ, ത്രിപുരയിലേക്ക് നോക്കൂ, ബീഹാറിലേക്ക് നോക്ക്. നിങ്ങളെ പാർട്ടിയിൽ മുഴുവൻ തമ്മിത്തല്ല. പിന്നെ എന്തിനു നിങ്ങളെ ജയിപ്പിക്കണേ? മഹാത്മാഗാന്ധിയുടെ കാലം മുതൽ ഈ പാർട്ടിക്കകത്ത് തമ്മിൽ തല്ലുണ്ട്. BJP കുറച്ച് വോട്ടങ്ങ് പിടിക്കും. BJP വോട്ട് പിടിച്ചോട്ടെ, CPMന്റെ വോട്ടല്ലേ പിടിക്കുന്നത്. നിങ്ങൾക്ക് എന്താ 100 സീറ്റ് കിട്ടുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ചേട്ടാ, തുടക്കം മുതൽ പറയുന്നുണ്ടല്ലോ, കുറെ നേരമായിട്ട് തന്നെ പറയുന്നത് ഞങ്ങൾക്ക് 100 സീറ്റ് കിട്ടും. അല്ല, തുടക്കം മുതൽ നിങ്ങൾക്ക് ഭരണം പോലും ഇല്ലല്ലോ. തുടക്കം പോലെ പറഞ്ഞല്ലോ നിങ്ങൾ.